ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ 2025 തിരുപ്പിറവിയുടെ ജൂബിലി വർഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ആ വർഷത്തിൽ കർത്താവിൻ്റെ ജനനം അനുസ്മരിക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ രക്ഷയും പരിശുദ്ധ അമ്മയും അത് വേർപെടുത്താൻ നമുക്കാകില്ല. കാരണം രക്ഷ വാഗ്ദാനം ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയും കൂടെ ചേർത്താണ് ആ വാഗ്ദാനത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ രക്ഷ വാഗ്ദാനം ചെയ്യുമ്പം ശിക്ഷയും വാഗ്ദാനവും എന്നൊരു തലക്കെട്ടോടുകൂടി കാണും. 14-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ അധ്യായം. അവിടെ രക്ഷ വാഗ്ദാനം ചെയ്യുന്നൊരു ഭാഗം, അത് 15-ാമത്തെ വാക്യമാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, അവൻ്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കും. ശത്രുത എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നീയും സ്ത്രീയും തമ്മിൽ, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ അർത്ഥമാക്കുന്നത്? പരിശുദ്ധ അമ്മ കളങ്കമില്ലാതെ ഈ ലോകത്തിൽ ഉരുവായി. ഉത്ഭവ പാപം ഇല്ല. പാപത്തിൻ്റെ ഒരു കണിക പോലും പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയാണ് ഉണ്ടായത്? സർപ്പത്തോടുള്ള, സാത്താനോടുള്ള ശത്രുതയാലാണ്. അത് ആരാ ഉളവാക്കിയേ? ദൈവം ഉളവാക്കിയേ. തിരുവചനം ഇപ്രകാരം പറയുന്നത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ആരാ ഉളവാക്കണം? ഞാൻ, ദൈവമായ കർത്താവ് ഉളവാക്കും, ശത്രുത ഉളവാക്കും. ആദ്യത്തെ ഹവായ്ക്ക് ഈ ശത്രുത ഉണ്ടായില്ല, ഒരു സൗഹൃദമാണ് ഉണ്ടായത് സാത്താനോട്. നമുക്കൊക്കെ പലപ്പോഴും ഉള്ളതാണ്, തിന്മയുമായിട്ട് സമരസപ്പെട്ടു പോകാനുള്ള ഒരു പ്രവണത നമുക്കെല്ലാവർക്കും ഉണ്ട്. തിന്മയിൽ വീഴുക, ഒരു അബദ്ധം പറ്റുക, ഒരു തെറ്റിൽ വീഴുക, അത് സ്വാഭാവികമാണ്. പക്ഷേ അതുമായിട്ട് സമരസപ്പെട്ടു പോകാൻ, അതിനെതിരെ സമരം ചെയ്യാതെ, അതിനെ അതിജീവിക്കാൻ പരിശ്രമിക്കാതെ അതുമായിട്ട് സമരസപ്പെട്ടു പോകാനുള്ളൊരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഹാവായുടെ ശൈലിയാണ്, തിന്മയുമായിട്ട് സമരസപ്പെട്ടു പോവുക. അത് ഇന്നത്തെ ഒരു തലമുറകളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ചിലപ്പോൾ അവത്തവശ ഒരു കള്ളം പറഞ്ഞു പോകും, അവത്തവശ ഒരു തെറിവാക്ക് വായിന്ന് വന്നുപോയി, ഒരു കുറ്റപ്പെടുത്തൽ വന്നുപോയി, അല്ലെങ്കിൽ ഒരു പരദൂഷണം ഇങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ആവലാതിയൊന്നുമില്ല. നമ്മൾ അടുത്ത വേണമെങ്കിൽ കുമ്പസാരത്തിൽ നമ്മൾ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ഏറ്റു പറയും. പക്ഷേ നമ്മൾ എനിക്കിനി ഇത് പറയണ്ട, അടുത്തൊരവസരത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഈ കുറ്റപ്പെടുത്തുന്ന സംസാരത്തിൽ ഞാൻ മാറി നിൽക്കും എന്നൊരു പ്രതിജ്ഞ പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ആദ്യത്തെ ഹാവ ഇങ്ങനെ തോട്ടത്തിൽ ആ പഴത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിനെ ആസ്വദിച്ച് അത് കാണാൻ കൗതുകകരമാണ് എന്ന് കേട്ടപ്പോൾ അത് ഇത് കുറ്റമൊക്കെ പറയുമ്പോൾ നമുക്കൊരു സുഖമൊക്കെ ഉണ്ട്. നമുക്കൊരു എല്ലാവരോടും എല്ലാമൊക്കെ പറഞ്ഞ് ഒരാളുടെ നല്ല പേര് നശിപ്പിച്ച് കഴിയുമ്പം ആ കൊള്ളാം, അവൾ വലിയ കേമിയായിട്ട്, അവൻ വല്ല കേമനായിട്ട് ഇവിടെ നടക്കുമല്ലേ, ഇതാണ് സത്യമെന്ന് 4 പേര് അറിയട്ടെ, ആ ഒരു സംതൃപ്തി നമുക്കുണ്ട്. നമ്മളതുകൊണ്ട് തിന്മയുമായിട്ട് സമരസപ്പെട്ടു പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഒരു ശൈലിയാണത്. ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെ ഒരു ശൈലിയാണ് തിന്മയുമായിട്ട് സമരസപ്പെട്ടു പോകുക. എന്നാൽ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ എന്തോ സംഭവിക്കുന്നത്? തിന്മയുമായിട്ട്, സാത്താനുമായിട്ടൊരു ശത്രുത നമുക്കുണ്ടാകും. അത് ആരാ ഉളവാക്കുന്നത്? ദൈവമായ കർത്താവ് നമ്മളിൽ ഉളവാക്കുക. അതുണ്ട്. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. കൃപ. ഞാൻ ഉളവാക്കും, ഒരു ശത്രുത ഞാൻ ഉളവാക്കും എന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുമ്പോൾ അതെന്തോ നമുക്ക് കിട്ടുന്നത്? കൃപയാണ്.
ദൈവം തരുന്ന കൃപയാണ് ഇതിനോടൊരു ശത്രുത ഉളവാക്കാൻ. പരിശുദ്ധ അമ്മ തിന്മയോട് സമരസപ്പെട്ട് പോയില്ല. അവൾ തിന്മയാണെന്നറിഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ അവൾക്ക് കഴിവുണ്ടായിരുന്നു. തിന്മയോട്, സാത്താനോട് ഒരു ശത്രുത അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിന്മയുടെ ഒരു ചെറിയ കളങ്കം പോലും അവളുടെ ഉള്ളിൽ പ്രവേശിക്കാതെ ഇരുന്നത്. അതുകൊണ്ടാണ് അവൾ വിശുദ്ധയായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചത്. ഒരു കണിക പോലും അവളിൽ ഉണ്ടായിരുന്നില്ല. അത് എവിടുന്നാണ് കിട്ടിയത്? ഈശോ മിശിഹായുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെയാണ് അത് കിട്ടിയത്. അത് നടക്കുന്നതിന് മുമ്പേ ആ കൃപ ദൈവം കൊടുത്തു. പരിശുദ്ധ അമ്മയെ മാലാഖ വന്ന് വിളിക്കുമ്പോൾ, ഞാൻ നിനക്ക് കൃപ തരാം, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ ദൈവപുത്രനാണ് എന്നല്ല പറഞ്ഞത്. കൃപ തരാം, ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി. അവൾ ഓൾറെഡി കൃപ നിറഞ്ഞവളായിരുന്നു. ഓൾറെഡി തിന്മയ്ക്ക്, സാത്താന് തൻ്റെ ജീവിതത്തിൽ യാതൊരു സാധ്യതയും അവസരവും കൊടുക്കാതെ തൻ്റെ ജീവിതത്തെ സുരക്ഷിതമായി, നിർമ്മലമായി, വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചവളായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. അതുകൊണ്ട് നമുക്കും ഉളവാകേണ്ട ഒരു കാര്യമാണ് തിന്മയോട്, സാത്താനോട് ഒരു ശത്രുത. അതിനോട് സമരസപ്പെട്ടു പോകാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. എങ്കിലേ പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട് നമ്മൾ തീരുവുള്ളൂ. നമ്മുടെ മക്കളും അങ്ങനെ ആകുള്ളൂ. നമ്മൾ മാതാപിതാക്കൾ തിന്മയുമായിട്ട് സമരസപ്പെട്ടു പോയാൽ മക്കളും തിന്മയായിട്ട് സമരസപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ കുറേ നാളുകൾക്ക് മുമ്പ് ഒരിടവകയിൽ, ഇപ്പോഴത്തെ അല്ല, മുമ്പിരുന്ന ഒരിടവകയിൽ ഒരപ്പൻ വന്ന് വളരെ വിഷമിച്ച് പറഞ്ഞു, മോൻ തറുതല പറഞ്ഞു. സാധാരണ പറയുന്ന പോലെയുള്ള ഈ പ്രാവശ്യം പറഞ്ഞത് നല്ലൊരു തെറിയാണ് പറഞ്ഞത്. സാധാരണ ഇടയ്ക്ക് 14-15 വയസ്സേ ഉള്ളൂ. സാധാരണ അവൻ ചെറുതായിട്ടൊക്കെ തറുതലയൊക്കെ പറയാറുണ്ട്, പിറുപിറുക്കാറുണ്ട്. പക്ഷേ ഇപ്പം സംഭവിച്ചത് അങ്ങനെയല്ല, ഒരു തെറിയാ പറഞ്ഞത്. ഒത്തിരി വിഷമിച്ച് അപ്പൻ വേദനിച്ച് നമ്മളോടൊന്ന് പറഞ്ഞതാണ്. ഞാൻ അവനെ വിളിച്ചു, അവനോട് സംസാരിച്ചു. അവൻ്റെ ചെറുപ്പത്തിലെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഓർമ്മിക്കുന്ന കാലം മുതൽ എൻ്റെ അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും എൻ്റെ അപ്പൻ എന്നെ അമ്മയെ ഉപദ്രവിക്കുന്നതുമാണ് എൻ്റെ ഏറ്റവും ചെറുപ്പം മുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറുപ്പം എൻ്റെ ആദ്യത്തെ ഓർമ്മ അതൊക്കെയാണ്. അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും, അമ്മ ചിലപ്പോൾ അപ്പൻ കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കുന്നതും, തെറി വാക്ക് പറയുന്നതും, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ മനഃപൂർവ്വം തെറി പറഞ്ഞൊന്നുമല്ല, അപ്പനെ മനഃപൂർവ്വം അപ്പനെ എതിർത്ത് സംസാരിച്ചൊന്നുമല്ല. അവൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് അത് വന്നതാണ്. സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞിൻ്റെ രൂപാന്തരീകരണത്തിൽ, അവൻ്റെ വ്യക്തിത്വ വികസനത്തിൽ 6 വയസ്സാകുമ്പോൾ, അവസാകുന്നതിന് മുമ്പ് 80-ാമത്തെയും 90-ാമത്തെ വയസ്സ് വരെ എങ്ങനെ അവൻ ജീവിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. 6 വയസ്സിന് മുൻപ് അവൻ എത്ര വയസ്സാണോ ഈ ലോകത്തിലുള്ളത്, 80-ആണോ 90-ആണോ 100-ആണോ, ആ കാലം വരെ അവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു 6 വയസ്സിന് മുമ്പ്. നമ്മളിതൊന്നും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ സമയം മുതൽ, ആ ആദ്യത്തെ നിമിഷം മുതൽ അമ്മയുടെ വികാരങ്ങൾ, അമ്മ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം കുഞ്ഞിനെ സ്വാധീനിക്കും. എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടേണ്ടത്, ഇതെല്ലാം അവന് കണ്ടുപഠിക്കുന്ന 6 വയസ്സിന് മുമ്പാണ്. അതുകൊണ്ട് നമുക്ക് ആ കൊച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല. അവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമ്മൾ ചിലപ്പോഴൊക്കെ ചിലർ മാതാപിതാക്കൾ പറയാറുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ നമ്മുടെ പെങ്കൊച്ച് കല്യാണം കഴിച്ച് പോയി. നമ്മൾ ആഗ്രഹിച്ചില്ല, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ഗതിയില്ലാത്ത ഒരുത്തൻ്റെ കൂടെ, ഒട്ടും കാണാനും കൊള്ളാത്ത ഒരുത്തൻ്റെ കൂടെ എൻ്റെ പെങ്കൊച്ച് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് വരുന്നവരുണ്ട്. നമ്മളിതിനെ അന്വേഷിക്കുമ്പോൾ ആ പെങ്കൊച്ച് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. വളരെ ചെറുപ്പത്തിൽ ഈ കുഞ്ഞ് മനസ്സിലാക്കിയത്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും കാശിനോടായിരുന്നു താല്പര്യം. എന്നോടൊത്ത് സമയം ചെലവഴിക്കാനോ, എന്നോടൊത്ത് കളിക്കാനോ, എൻ്റെ കാര്യങ്ങൾ ഇടപെടാനോ, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനോ ഒരു പെങ്കൊച്ച് ഈ ദിവസത്തിൽ കൗൺസിലിംഗ് വന്നപ്പോൾ പറയാണ്, എൻ്റെ അപ്പൻ എന്നെ തൊട്ടിട്ട് പോലും ഉള്ള ഒരു ഓർമ്മ എനിക്കില്ല.
ഞാൻ എൻ്റെ അപ്പനെ കെട്ടിപ്പിടിക്കാൻ ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൻ എന്നെ തള്ളി മാറ്റുക ചെയ്തിട്ടുള്ളത്. എന്നെ ഒന്ന് തൊട്ട പോലും ഉള്ള ഓർമ്മ എനിക്കില്ല. എൻ്റെ അപ്പൻ കല്യാണം കഴിച്ച് പിള്ളേരുമായി. ആ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ വന്നിങ്ങനെ സംസാരിക്കാൻ വന്നപ്പോഴാണ് ആ പെങ്കൊച്ച് പറഞ്ഞത്, എൻ്റെ അപ്പനെ തൊട്ട പോലും ഒരു ഓർമ്മയില്ല. അപ്പനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന് അപ്പനോടൊത്ത് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തൊട്ടിട്ട് പോലും ഇല്ല എന്നെ. കരഞ്ഞോണ്ട കുടുകൂടാ കണ്ണുനീരൊഴുക കൊച്ചു. അതുകൊണ്ട് തന്നെ എന്നെ കുടുംബജീവിതത്തിൽ ഭർത്താവിനോട് മെച്ചുവറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവൾക്ക് പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ നേരെ ചൊവ്വയിൽ പരിശീലിപ്പിച്ച് കൊണ്ടുവരാൻ അവൾക്ക് പറ്റുന്നില്ല. അതിന് പ്രശ്നമായപ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് 6 വയസ്സിന് മുമ്പ് 6 വയസ്സിന് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ നമ്മളിത് വളരെ ജാഗ്രതയോടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ജനിച്ചു ആ സമയത്തൊക്കെ അമ്മയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ മുതൽ അപ്പനാണ് പ്രധാനപ്പെട്ടത്. ഒരു പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും അവൻ ഈ ലോകത്തിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നേരിടുന്നു, അവൻ്റെ സ്വഭാവ രൂപീകരണം, അവൻ്റെ വ്യക്തിത്വ രൂപീകരണം, ഇതിനെല്ലാം പ്രധാനപ്പെട്ടത് അമ്മയേക്കാൾ ഉപരി അപ്പനാണ്. അതുകൊണ്ടാണ് ദൈവം ചുമ്മാതല്ല തിരുവചനത്തിൽ പറഞ്ഞത്, ഭർത്താവാണ് കുടുംബത്തിൻ്റെ ശിരസ്, സ്ത്രീയുടെ ശിരസ് എന്നൊക്കെ പറഞ്ഞത് വെറുതെ തമാശ പറഞ്ഞതല്ല. എങ്കിൽ വയറാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഫുഡ് കൊടുക്കുന്ന മാത്രമാണ് അപ്പൻ്റെ ജോലി. കുടുംബത്തിൽ അപ്പൻ്റെ സ്ഥാനം വയറിൻ്റെ സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അല്ല പറഞ്ഞത്, ശിരസാണെന്നാണ് പറഞ്ഞത്. എല്ലാം നിയന്ത്രിക്കുന്നത്, കുഞ്ഞുങ്ങൾ എങ്ങനെ വളർന്നു വരണം, കുഞ്ഞുങ്ങൾ എങ്ങനെ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം നിർണ്ണയിക്കുന്ന അപ്പനുമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഇടപെടലാണ്. അപ്പം എനിക്ക് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തേലുമൊക്കെ ഉണ്ട്, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു പരിഹാരം, അപ്പൻ കുടുംബത്തിലെ പൗരോഹിത്യ സ്ഥാനം ഏറ്റെടുക്കുക. നമ്മുടെ അപ്പന്മാർ കുടുംബത്തിലെ പുരോഹിതനാരാ? അപ്പനാ. അപ്പൻ ഇല്ലാതാകുമ്പോൾ മൂത്ത മകനോ അല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ലെങ്കിൽ അമ്മയോ ആ സ്ഥാനം ഏറ്റെടുക്കും. പക്ഷെ അപ്പനുള്ളപ്പം അപ്പനാണ് വീട്ടിലെ പുരോഹിതൻ. അവൻ്റെ നേതൃത്വത്തിൽ വേണം പ്രാർത്ഥനയും ആരാധനയും ബൈബിൾ വായനയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അച്ഛനിവിടെ ഞാൻ പള്ളിയിൽ പുരോഹിതരായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഓരോരുത്തരും നിയോഗിക്കടാ, നീ ആ ബൈബിൾ വായിക്ക്, നീ ഈ ഭാഗം വായിക്ക്, ബാക്കിയുള്ളവർ ഇത് ചെല്ലുക എന്നൊക്കെ പറഞ്ഞ് പുരോഹിതൻ്റെ ജോലി അത് ചെയ്യുന്നുള്ളൂ. വീട്ടിൽ ആ കാര്യങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം അതിന് നേതൃത്വം കൊടുക്കേണ്ടത്, അവസാനത്തെ പ്രാർത്ഥന ചൊല്ലി മക്കളെയും ജീവിത പങ്കാളിയൊക്കെ ആശീർവദിക്കേണ്ടത്, ഇതെല്ലാം അപ്പൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചുമ്മാതല്ല കർത്താവ് പറഞ്ഞ ശിരസാണ്. ഭർത്താവ് ശിരസാണെന്ന് പറഞ്ഞ് വെറുതെ തമാശ പറഞ്ഞതല്ല. അവർക്ക് ഏതാണ്ട് ഈ ലോകത്തിലുള്ളാത്ത അപ്പുറത്തെ സ്ഥാനം വല്ലതും കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവരുടെ ഉത്തരവാദിത്വം അതാണെന്നാണ് കർത്താവ് ബോധ്യപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്ക് അപ്പന്മാരോട് പറയാം, അപ്പന്മാരെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ, നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ കുടുംബം ക്രമീകരിക്കപ്പെടും. വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം ആരാ വായിക്കുന്നത്? പുരോഹിതനാണ് വായിക്കുന്നത്. നിങ്ങളുടെ നേതൃത്വത്തിൽ ബൈബിൾ വായിക്കണം. നിങ്ങളുടെ നേതൃത്വത്തിൽ വീട്ടിൽ ബൈബിൾ വ്യാഖ്യാനിക്കപ്പെടണം. നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ട് മക്കൾക്കും ജീവിത പങ്കാളിക്കും പറഞ്ഞു കൊടുക്കണം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ പഠിക്കുക. എൻ്റെ പള്ളിയിൽ KLM എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർ ചെയ്തിരിക്കുന്ന KLM ഒരു തൊഴിലാളികളുടെ സംഘടനയാണ്. അവരെല്ലാ ഞായറാഴ്ചയും വൈകിട്ട് കൂടും. സ്ത്രീകളുടെ ഉണ്ട്, അവർ 4 മണിക്ക് കൂടും, പുരുഷന്മാരുടെ 6 മണിക്ക് കൂടും. 2 ഗ്രൂപ്പുണ്ട്. അവരെല്ലാം ഞായറാഴ്ച ചെയ്യുന്ന കാര്യം എന്നാ, എല്ലാവരും ഒരു വചനഭാഗം ഒരുങ്ങിക്കൊണ്ട് വന്ന് എല്ലാവരും അത് ഒരു 10-15 മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കും. ഒരു വചനഭാഗം എടുത്തുകൊണ്ട് വന്ന് പുരുഷന്മാരുടെ വിങ്ങിലും സ്ത്രീയുടെ വിങ്ങിലും വചനഭാഗം എടുത്തു വന്ന് വചനം നേരത്തെ ഓരോരുത്തർക്കും ഇത് കൊടുക്കും. അത് നേരത്തെ പഠിച്ച് ഒരുങ്ങി വന്ന് അവരുടെ ഗ്രൂപ്പിൽ അവർ അവതരിപ്പിക്കും. അവർ പറയുകയാണ്, ഞങ്ങളിങ്ങനെ വചനം ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞങ്ങൾ ചിലപ്പോൾ 1 മാസം മുതലേ ഒരുങ്ങാണ്. നേരത്തെ ഞങ്ങളുടെ പേര് വരും, ഇന്ന ദിവസമാണെന്നുള്ളത് 1 മാസം മുമ്പേ ഇവർ വായിച്ച് ഒരുങ്ങി, യൂട്യൂബിൽ നിന്ന് തന്നെ വ്യാഖ്യാനങ്ങൾ കേട്ട് എവിടുന്നേലും പുസ്തകം കിട്ടണം അതൊക്കെ വായിച്ച് അവർ ഒരുങ്ങി ഇങ്ങനെ വന്നിട്ട് അവർ പറയുകയാണ്, ആ മാസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ജീവിതം സ്വസ്ഥമാകുന്നു, കുടുംബം സ്വസ്ഥമാകുന്നു, മക്കൾ ക്രമീകരിക്കപ്പെടുന്നു, ഞങ്ങൾക്കൊരു ശാന്തത അനുഭവിക്കാൻ പറ്റുന്നു. കാരണം വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അത് നമ്മളെ രൂപാന്തരപ്പെടും. നമ്മൾ പോലും അറിയത്തില്ല. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം വായിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് വായിച്ചു തുടങ്ങിക്കേ. നിങ്ങളറിയാതെ തന്നെ അത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് അപ്പനാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പൻ നേതൃത്വം കൊടുത്താൽ ഇതിനൊക്കെ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് തിന്മയോട് ഒരു ശത്രുത
നമ്മളിൽ ഉളവാകണം. തിന്മയോടൊരു ശത്രുത നമുക്ക് വേണം. അത് ദൈവം ഉളവാക്കുക. തൻ്റെ കൃപയോട് നമ്മൾ സഹകരിക്കുമ്പം നമ്മൾ മനസ്സാപ്രവരണത്തിൽ എന്താ പറയുന്നത്? അങ്ങേക്കെതിരായ പൂർണ്ണ മനസ്സേവിക്കുകയും പാപങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കുന്നു. പാപങ്ങളോട് നമുക്ക് വെറുപ്പ് തോന്നും. നമുക്ക് പാപങ്ങളോട് വെറുപ്പാണോ? പാപത്തോട് വെറുപ്പാകുമ്പോഴേ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട് തീരുവുള്ളൂ. പാപത്തോട് വെറുപ്പ് തോന്നുമ്പോഴേ ആവത്തുള്ളൂ. പാപത്തോട് വേണ്ടത് നമുക്ക് വെറുപ്പാണ്. പാപിയോട് സ്നേഹമാണ് നമുക്ക് വേണ്ടത്. പാപത്തോട് നമുക്ക് വെറുപ്പാണ് വേണ്ടത്. വെറുപ്പ് ഇതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഈ പാപത്തോട് സ്നേഹം നമുക്കുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് വെറുപ്പ് കൊണ്ടുവരാൻ നമുക്ക് പറ്റും? അതിനുള്ള വഴിയാണ് കൃപകൾ സ്വീകരിക്കാനുള്ള വഴികളോട് നമ്മൾ തുറവയുള്ളവരായിരിക്കുക. കൃപകൾ സ്വീകരിക്കാനുള്ള വഴി നമുക്ക് വിശുദ്ധ കൂദാശകളുണ്ട്, വിശുദ്ധ ഗ്രന്ഥമുണ്ട്. ഇതുവഴി നമ്മളുടെ ജീവിത കൃപയോട് സഹകരിച്ച് നമ്മൾ പോകുമ്പോൾ, നമ്മൾ കൃപകളാൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പതിയെ പാപത്തോട് നമുക്ക് വെറുപ്പ് തോന്നും. അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരും. മനുഷ്യവംശം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ പിന്നിൽ ഒത്തിരി മനുഷ്യരുണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ പുറകെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ എൻ്റെ മുമ്പിലും ഇഷ്ടംപോലെ പേര് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. എൻ്റെത് ഇവിടെ വെച്ച് അവസാനിക്കും. പക്ഷെ നിങ്ങളുടെ എങ്ങനെയാണ്? നിങ്ങളുടെ മുമ്പിലോട്ട് ഇനി നിങ്ങളുടെ മക്കളുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ തുടരേണ്ടതായത്. ഈശോ മിശിഹ എന്നാ ചെയ്തത്? ഇങ്ങനെ നമ്മുടെ ഈ തലമുറയുടെ ഇടയ്ക്ക് ഈശോ മിശിഹ ഇടയ്ക്ക് കയറി നിന്നു. എന്നിട്ട് വിശുദ്ധീകരണത്തിന് വഴി കൊടുത്തിട്ട് കർത്താവ് പോയി. അവിടുന്ന് എവിടെ അതിനെ ഏൽപ്പിച്ചിട്ട് പോയേ? സഭയെ അത് ഏൽപ്പിച്ചിട്ട് പോയേ. കർത്താവിൻ്റെ തുടർച്ചയാണ് സഭയെ ഏൽപ്പിച്ചിട്ട് കർത്താവ് പോയി. എന്നിട്ട് സഭയിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈശോയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? സഭയിലൂടെയാണ് നമ്മൾ അറിയുകയും ഈശോയെ അറിയുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നമ്മളിപ്പം മദ്യപാനം എന്നൊരു ശീലം എനിക്കുണ്ട്. ഞാൻ എന്നാ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് മദ്യപാനം എന്നുള്ള തിന്മയെ അതിജീവിച്ച് ഞാൻ പോകുമ്പോൾ എൻ്റെ മക്കൾ അത് ആ കെണിയിൽ വീഴുകയില്ല. അവർ വിശുദ്ധീകരിക്കപ്പെടും. അവരുടെ മക്കൾ നമ്മൾ എന്തുമാത്രം വിശുദ്ധീകരിക്കപ്പെടുന്നോ അതേ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ അവർ അതിൻ്റെ ബാക്കി വിശുദ്ധീകരണം ചെയ്താൽ മതി. നമ്മുടെ മക്കൾ അവരുടെ ബാക്കി ചെയ്താൽ മതി. ഈ മുറേ ബോവൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റുണ്ട്, മുറേ ബോവൻ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർ ജനറേഷണൽ തിയറി എന്നൊരു തിയറിയുണ്ട്. ഇൻ്റർ ജനറേഷണൽ തിയറി അല്ലെങ്കിൽ ബൊവീനിയൻ തിയറി. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അദ്ദേഹം പറയുന്നത്, നമ്മളിൽ എന്തെങ്കിലും ഒരു ബലഹീനത എന്ന് വെച്ചാൽ മദ്യപാനമാകാം, അല്ലെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബലഹീനത നമ്മളിലുണ്ടെങ്കിൽ അതൊരു 4ാമത്തെ തലമുറയാകുമ്പോഴത്തേക്ക് കൺട്രോൾ വിട്ടു പോവും. മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുവരും. 4ാമത്തെ തലമുറയാകുമ്പോഴത്തേക്ക്. ഇൻ്റർ ജനറേഷണൽ തിയറി, ഇത് ഞാൻ ബൈബിളിലെ കാര്യങ്ങളാണ് പറയുന്നത്. സയൻറ്റിഫിക്കായിട്ട് അവർ പഠിച്ച് വിവിധ തലമുറകളെ പഠിച്ച് കൊണ്ടുപോയിട്ട് അവർ പറയുകയാണ്. ഇപ്പോൾ മദ്യപാനം എന്നൊരു ദുശ്ശീലം എനിക്കുണ്ട്. എൻ്റെ അടുത്ത മക്കൾ ഇച്ചിരിയൂടെ കാണുമായിരിക്കും. പക്ഷേ അതിൻ്റെ 4ാമത്തെ തലമുറ വരുമ്പോഴത്തേക്ക് മാനസിക രോഗ ആശുപത്രി കൊണ്ടുവരും. അവനൊരു കുടുംബജീവിതമോ അവൻ്റെ അടുത്ത തലമുറയ്ക്കുള്ളൊരു വഴികളോ ഒന്നും ഇല്ലാതാവും. ഇപ്പം എനിക്കിപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ജീവിതം ബുദ്ധിമുട്ട് എളുപ്പമൊന്നുമല്ല. നമുക്കൊരു ശീലം, തെറി പറയുന്നൊരു ശീലം നിർത്താൻ, നുണ പറയുന്നൊരു ശീലം എളുപ്പമാണോ നിർത്താമെന്ന് പറ്റുന്നത്? എളുപ്പമൊന്നുമല്ല. നമ്മുടെ ചിലർക്കൊക്കെ ഒരു ശീലമുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നുണ അങ്ങ് വായിന്ന് വരും. പറയാതിരിക്കാൻ പറ്റുകയില്ല. കുറ്റം പറയുന്ന ശീലം എളുപ്പമൊന്നുമല്ല. ഞാൻ എൻ്റെ തലമുറകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നു. തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള സാധ്യതകൾ, വഴികൾ ഞാൻ തേടുന്നു. അങ്ങനെ തേടി എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുമ്പോൾ എൻ്റെ അടുത്ത തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മളിൽ നിന്ന് അത് തുടങ്ങണ്ടേ? നമ്മളത് തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ഇതിൻ്റെയും കൂടെ കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നമ്മൾ കോട്ടയം ജില്ലയാണല്ലോ. ഈ കോട്ടയം ജില്ലയിൽ നമ്മുടെ കുടുംബ കോടതിയിൽ വരുന്ന കേസുകൾ ശരാശരി 6 ഒരു ദിവസം. ശരാശരി 4 മുതൽ 10, 12 ഒക്കെ വരാറുണ്ട്. എങ്കിലും ശരാശരി 6 കോട്ടയം ജില്ലയിൽ കുടുംബ കോടതിയിൽ വരുന്ന കേസുകൾ. ഈ കോട്ടയം ജില്ലയിൽ ഭൂരിപക്ഷവും നമ്മളാണ്, ക്രൈസ്തവരാണ്. കേസുകൾ ഒന്നിച്ച് ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്നില്ല, ആദരിക്കാൻ പറ്റുന്നില്ല. അടുത്ത ആളെ ശത്രുവായിട്ട് കരുതുകയാണ്. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിയെ
ഇത് പങ്കാളിയെ ശത്രുവായിട്ട് കരുതുകയാണ്. നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇനി അടുത്ത ലെവലിലേക്കാണ് പോകുന്നത്. ഇതൊക്കെയാണ് ഡയലോഗ്. നീ ഇങ്ങനെ ചെയ്താൽ ഇനി അടുത്ത ലെവൽ എന്താണെന്ന് നീ അറിയും, അതും കൂടെ ചെയ്താൽ അതിൻ്റെ അടുത്ത ലെവലാണ്. ഇവരുടെ ഡയലോഗാണ് കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്ന അടുത്ത ലെവൽ എന്തുവാണെന്ന് അവൾ അറിയും. ശത്രുവായിട്ട് പരസ്പരം കാണുക. എങ്ങനെയാണ് ചെയ്യുന്നത്? പരസ്പര ബഹുമാനമൊക്കെ എവിടുന്നാണ് പഠിക്കുന്നത്? കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. എങ്ങനെ ഒരു സ്ത്രീയെ ബഹുമാനിക്കണമെന്ന് നമ്മുടെ ആൺമക്കൾ എങ്ങനെ പഠിക്കുന്നത്? അപ്പൻ എങ്ങനെയാണ് തൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നു എന്നത് കണ്ടാണ് ഒരു ആൺകൊച്ച് വീട്ടിലെ കുട്ടി പഠിക്കുന്നത്. എങ്ങനെയാണ് സ്ത്രീയെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ഒരു പുരുഷനെ ബഹുമാനിക്കേണ്ടതെന്ന് എങ്ങനെയാണ് നമ്മുടെ പെൺകൊച്ച് പഠിക്കുന്നത്. എൻ്റെ അമ്മ എങ്ങനെയാണ് എൻ്റെ അപ്പനോട് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ പെൺകൊച്ചുങ്ങൾ പഠിക്കുന്നത്. ഒരു കൗൺസിലിങ്ങിന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ശാന്തമൊക്കെ ആയി. ഇവർ രണ്ടുപേരും കൂടെ സംസാരിപ്പിക്കാമെന്ന് വെച്ചാൽ രണ്ടുപേരുടെ കസേര ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അവൾ ഭർത്താവിനോട് പറയാണ്, ഇങ്ങേർക്ക് ദേഷ്യം വരുമ്പം വായിക്കാത്ത വരുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് 8 മടക്കി വായിക്കാത്ത തന്നെ വെച്ചേക്കണം, എന്നോട് പറഞ്ഞേക്കരുത്. ഇങ്ങേർക്ക് ദേഷ്യം വരുമ്പോഴേ ആ വായിൽ നിന്ന് വരുന്ന ആ വർത്താനം ഉണ്ടല്ലോ, അത് എന്നോട് പറഞ്ഞേക്കല്ല്, അത് 8 മടക്കി നിൻ്റെ വായി തന്നെ വെച്ചേക്കണം, എന്നോട് പറഞ്ഞേക്കരുത്. അവൾ പറയാം. ഞാനും ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു, ദൈവമേ വേണ്ടായിരുന്നല്ലോ, ഇപ്പോഴും സമയമായില്ല, നേരത്തെ രണ്ടുപേരുടെ വർത്തമാനം പറയാൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ തന്നെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഉപദേശം കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്നത് കേട്ടാണ് കുട്ടികൾ ഇല്ല, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കേട്ടാണ്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മയെ, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്നാ? എൻ്റെ അപ്പന് എൻ്റെ അമ്മയെ ജീവനാണ് എന്നൊരു കുഞ്ഞിന് ബോധ്യമുണ്ടെങ്കിൽ അവൻ ഒരു തിന്മയിലും വീഴുകയില്ല. അതവൻ്റെ ആത്മവിശ്വാസമാണ്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അപ്പൻ കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ എന്ന് ഒരു കുഞ്ഞിന്, അതാണ് കുഞ്ഞിൻ്റെ ആത്മവിശ്വാസം, അവൻ്റെ ബലമെന്ന് പറയുന്നത്. എൻ്റെ അപ്പനും അമ്മയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ എന്നാ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല അവർക്കൊന്നും. ഇപ്പം ആൺപിള്ളേരാണ് പെൺപിള്ളേരായാലും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. പെൺപിള്ളേർ പലരും അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും വേണ്ട, കല്യാണം വേണ്ടാന്നാണ് പറയുന്നത്. ഞങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് ജീവിച്ചോളാം. എവിടെ നിന്നാണ് അവരത് പഠിച്ചേ? എൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ അപ്പനും അമ്മയും ജീവിച്ച പോലെ ഒരു ജീവിതമാണെങ്കിൽ എനിക്കത് വേണ്ട എന്നുള്ള തീരുമാനമാണത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് തിന്മയോടുള്ള ശത്രുത എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. വളരെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാതെ, അത് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല, വെറുതെ ഒരു പാട്ട് പാടിയാൽ കിട്ടുന്ന പരിപാടിയല്ല. ജീവിതത്തിൽ നിഷ്ഠയോടുകൂടെ ജീവിതത്തെ ക്രമീകരിച്ച്, ആത്മീയ ജീവിതം ക്രമീകരിച്ച്, ഭൗതിക കാര്യങ്ങൾ ക്രമീകരിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അങ്ങനെ എന്തുമാത്രം പൂർണ്ണമായിട്ട് നിനക്ക് നേടാൻ പറ്റിയെന്ന് വരികയല്ല, എന്തുമാത്രം നിനക്ക് നേടാൻ പറ്റിയോ അതിൻ്റെ ബാക്കി അധ്വാനിച്ചാൽ മതി നിൻ്റെ മക്കൾ ഈ ആത്മീയ ജീവിതത്തിൽ. അല്ലെങ്കിൽ മക്കൾ കൂടുതൽ 4ാമത്തെ തലമുറ എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു ജീവിത വഴി മുന്നോട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോകും. അതുകൊണ്ടിത് ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം. ശത്രുത ഉളവാക്കി കഴിയുമ്പോഴാണ് അവൻ്റെ സന്തതി നിൻ്റെ തല തകർക്കും. തിന്മയുടെ സാത്താൻ്റെ തല തകർക്കും. നമ്മളെല്ലാവരും ഈശോ തല തകർത്ത് കാണിച്ചു തന്നു. ഇനി ഈശോ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലുള്ള തിന്മയുടെ ശക്തി ഈശോ എങ്ങനെ തകർക്കുന്നത്? എന്നിലൂടെയാണ് തകർക്കുന്നത്. ഈശോ എനിക്ക് കൃപ തന്ന് എന്നെ ശക്തിപ്പെടുത്തി തിന്മയുടെ കാര്യങ്ങൾ വരുമ്പോൾ അവൻ്റെ തല തകർത്ത് ഞാൻ മുന്നോട്ട് പോകും. ഈശോയുടെ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരുമാണ് തിന്മയുടെ തല തകർക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ജീവിക്കുന്ന ആരാ? ഈശോയാണ് ജീവിക്കുന്നത്. ഈശോയെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത്. അത് അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങളോട് ഞാൻ സംസാരിക്കാം. ദൈവവചനം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികൾ. എളുപ്പമല്ല ദൈവവചനം ജീവിക്കുക എന്നുള്ളത്. ഏത് വചനമാണെങ്കിലും. ഞാൻ കുറേ നാൾ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ദിവസം ശത്രുക്കളെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള തിരുവചന ഭാഗം ഞാൻ വായിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് തിരുവചനം വായിച്ച് അവർക്ക് ഞാൻ വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്യുമ്പം ദൈവം നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കും. ദൈവം അത് നികത്തി കളയും. ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണമാണ് അവരോട് പറഞ്ഞത്. നിന്നെ ഒരു 10,000 രൂപ ഒരാൾ പറ്റിച്ചുകൊണ്ട് പോയി. അപ്പോൾ 10,000 രൂപ നിനക്ക് നഷ്ടം വന്നു.
നിനക്ക് എന്നാ ചെയ്യാം? അവനെതിരെ ബഹളം ഉണ്ടാക്കാം, അവനെതിരെ ആവശ്യമില്ലാത്ത പറഞ്ഞുകൊണ്ട് നടക്കാം, അവൻ പറ്റീരുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നീ കർത്താവിൻ്റെ തിരുവചനം അനുസരിച്ച് നീ അവനെ സ്നേഹിച്ച്, നീ അവന് വേണ്ടി പ്രാർത്ഥിച്ച്, നീ അവനെ അനുഗ്രഹിച്ചാൽ 10,000 രൂപ നിനക്ക് നഷ്ടമാണെങ്കിൽ ദൈവം പലിശ സഹിതം നിനക്കത് വീണ്ടെടുത്ത് തരും. പലിശ സഹിതം. ദൈവത്തിൻ്റെ പലിശ 1%, 2%, ചിലപ്പം 1 കോടി ആയിരിക്കും ദൈവത്തിൻ്റെ പലിശ എന്ന് പറയുന്നത്. അവന് ദൈവം നിനക്കത് വീണ്ടെടുത്ത് തരും. നീ അവനെതിരെ ബഹളം ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോകാതെ നിന്നെ മനഃപൂർവ്വം പറ്റിച്ചു എന്ന് നീ മനസ്സിലാക്കി നീ അവനെ അനുഗ്രഹിച്ചു, നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, നീ അവനെ സ്നേഹിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. ഞാനത് കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി ആൾക്കാരോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനോട് സംസാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സംസാരിക്കാം. അങ്ങനെ ഞങ്ങളോട് കസേര ചെയ്യുന്ന കാര്യം പറഞ്ഞു. അച്ഛൻ എന്ന പള്ളി പ്രസംഗിച്ചതിൻ്റെ യഥാർത്ഥ സാക്ഷ്യമാണ് എൻ്റെ ജീവിതം. എന്നിട്ട് ഈ മനുഷ്യൻ്റെ ജീവിതം എന്നോട് പറയാൻ തുടങ്ങി. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നു അന്നത്തെ പ്രീ ഡിഗ്രി അങ്ങാണ്ട് ജസ്റ്റ് കഴിഞ്ഞിട്ട് സൗദി അറേബ്യയിൽ വന്നൊരു മനുഷ്യനാണ്. വലിയ പഠിത്തമോ കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ബന്ധുക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്താണ്ട് പറഞ്ഞു, വളരെ ചെറിയൊരു ജോലി, കൂലിപ്പണി ചെയ്യുന്നത് പോലെ ചെറിയൊരു ജോലി, കാരണം പ്രത്യേകിച്ച് ഡിപ്ലോമയോ IT ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ സൗദി അറേബ്യയിൽ വന്നു. ഒരു ചെറിയ ജോലി, അത്യാവശ്യം ചെറിയ ശമ്പളമൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് അദ്ദേഹത്തിന് എനിക്കൊന്ന് 55-60 വയസ്സടുത്തായി ഞാൻ സംസാരിക്കുമ്പോൾ. ഇപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പം അദ്ദേഹം അവിടെ സൗദി അറേബ്യയിൽ വന്നു, ചെറിയൊരു ജോലിക്ക് ചെയ്തു. ഒരു 3-4 വർഷമൊക്കെ എന്ന് വെച്ചാൽ 19-20 വയസ്സിലെങ്ങാണ്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ആ ഏരിയയിലാണ് 20 വട്ടം ആ പ്രായത്തിലാണ് എത്തുന്നത്. ഒരു 3-4 വർഷം 2 വർഷം കഴിയുമ്പോൾ പോയി. അപ്പോൾ ഒരു കസിൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇനി വരുമ്പോൾ എന്നെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ 2 വർഷം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വന്നപ്പോൾ ഈ കസിനെയും കൂടെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസിനാണ്. അദ്ദേഹത്തെയും കൂട്ടി അവർ വീണ്ടും പോയി. അവനും ഒരു ജോലി കൊടുത്തു. ഇവൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവനെ അവിടെ ചെന്ന്, ഇവൻ്റെ ഫസ്റ്റ് കസിനാണ്, ഇവനെ അവിടെ കൊണ്ടു ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ ഇവനെക്കുറിച്ച് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ, ഇവൻ്റെ ഫസ്റ്റ് കസിൻ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവനന്ന് 25-24 വയസ്സൊക്കെ ഉള്ളൂ അവന്. അപ്പോൾ വളരെ മോശപ്പെട്ട കാര്യം. ഇവൻ പറഞ്ഞു, ഞാനൊന്നും ചോദിക്കാൻ പോയില്ല അച്ഛാ, ഒന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ അവനെ സ്നേഹിച്ചു. അവനെന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്നാൽ ചോദിക്കുന്ന പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഞാൻ അവനെ അനുഗ്രഹിച്ചു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിക്കാൻ പോയില്ല അച്ഛാ. ഞാൻ ഇവനിത് കേട്ട് നിർത്തുന്നൊന്നുമില്ല. ഇവന് ആവശ്യം വരുമ്പോൾ പൈസയൊക്കെ ചോദിക്കും, ഇവൻ കൊടുക്കും. ഇവൻ പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പോയപ്പോൾ മുതൽ ദൈവം എന്നെ പതിയെ ഉയർത്താൻ തുടങ്ങി. ആ കമ്പനിയിൽ എന്നെ ഉയർത്തി ഇച്ചിരി കൂടെ വലിയ പൊസിഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് തരാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഇവന് ഒത്തിരി സങ്കടത്തിൻ്റെ കാര്യം പറയുന്നത്. ചിലപ്പോഴൊക്കെ സങ്കടം വന്നിട്ട് ഇവൻ പോയി മരുഭൂമിയിലൊക്കെ പോയി അവിടെ പോയി കുരിശിൻ്റെ വഴിയൊക്കെ നടത്തി മുട്ടുമേൽ മടലിനകത്ത് എഴഞ്ഞ് പ്രാർത്ഥിച്ച്, അവിടെ ചെറുപ്പക്കാരാണ്, 24-25 വയസ്സേ ഉള്ളൂ അവന്. അപ്പോൾ ആ മുട്ടുമേലെ എഴഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ പരിഹാരം ചെയ്ത് അവൻ ജീവിച്ചു. ഒരു വാക്കുപോലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 26 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ 27 വയസ്സൊക്കെ ഇവിടെ കല്യാണമായി. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഭാര്യയും കൂടെ അവനിവിടെ കൊണ്ടുവന്നു. ഭാര്യ നേഴ്സായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്കൊരു ജോലിയുണ്ട് അവിടെ, അവരുടെ അടുത്ത് തന്നെ അവൾക്ക് നേഴ്സ് കിട്ടി. ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഭാര്യയെക്കുറിച്ചും ഇവൻ ആവശ്യമില്ലാത്ത പറയാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത ഇവനെ സഹിക്കാൻ പറ്റില്ല. അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ പോലും ചോദിക്കാൻ പോയില്ല. അവനെതിരെ ഒന്നും പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് കണ്ണുനീരായി. അവൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോയി ചോദിക്ക്, അവനോട് 2 കൊടുത്തിട്ടോ, എന്ത് അനാവശ്യമായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നിങ്ങളെക്കുറിച്ച് പറയും, എന്നെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവിടെ ചോദിക്കുക. എന്നിട്ട് ചോദിച്ചില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. ഏകാന്തതയിലൊക്കെ അവർ പോയി. ചിലപ്പോൾ അവർ രണ്ടുപേരും കൂടെ മരുഭൂമിയിലൊക്കെ പോയി അവർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അങ്ങനെ അവർ മുന്നോട്ട് പോയി. കാരണം ഇവൻ ഈ ടെക്നിക്ക് അറിയാം, ഇത് ചെയ്താൽ ദൈവം തന്നെ ഉയർത്തുമെന്ന് ഇവനറിയാം. അതുകൊണ്ട് ഇവൻ ഉയർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ ഏത് കമ്പനിയാണ് ചോദിച്ചത്, അതേപോലൊരു കമ്പനി ഇവൻ സ്വന്തമായിട്ടിട്ടു. ഇവൻ അതിൻ്റെ ഹെഡാണ്. ഇവൻ ഏത് കമ്പനിയിൽ ഏറ്റവും താഴത്തെ ജോലിക്കാരനായിരുന്നോ അവൻ അതേപോലെ വേറൊരു കമ്പനി ഉണ്ടാക്കി ഇവൻ്റെ കീഴിൽ ഇഷ്ടം പോലെ ജോലിക്കാരായി. ഇവൻ ആ കമ്പനി നടത്തുന്ന ആളായിട്ട് ഇവൻ മാറി. ഇവൻ പറയാണ്, മക്കളുണ്ട്. അന്ന് ഞാനവിടെ കാണുമ്പോൾ മൂത്ത വെച്ച് +2 കണ്ട.
2 പെങ്കൊച്ചുങ്ങളാണ്. എൻ്റെ പെങ്കൊച്ചുങ്ങളെ കുറിച്ച് ഇവൻ അനാശ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല. ഇപ്പോഴും അവൻ കാശ് ചോദിക്കാൻ വരും. അവനെങ്ങും എത്തിയിട്ടില്ല. അവനിപ്പോഴും കാശ് ചോദിക്കാൻ വരും. ഞാൻ എടുത്ത് കൊടുക്കും അച്ഛാ. ഞാൻ പുഞ്ചിരിയോടെ എടുത്ത് കൊടുക്കും. കാരണം ദൈവവചനം ജീവിക്കുമ്പോൾ അത് എളുപ്പമല്ല. ഇങ്ങനെ നമ്മളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ചോദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു മറുപടി പോലും കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അടുത്ത എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ മനുഷ്യൻ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട ഒരു സഹോദരനാണിത്. അദ്ദേഹം അത് പങ്കുവെച്ചത്. ഇപ്പം കുറച്ചും കൂടെ വയസ്സായി കാണും അദ്ദേഹം. നാട്ടിൽ വന്നോ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ദൈവവചനം നമ്മൾ ജീവിക്കുമ്പോൾ അത് എളുപ്പമുള്ള പരിപാടിയല്ല. എങ്ങനെയാണ് നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നമ്മൾ അതിൻ്റെ മേൽ ആടയിരിക്കണം. എനിക്കത് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, എനിക്കത് വേണം. അതിനുവേണ്ടി ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്തിരിക്കണം. പരിശുദ്ധ കുർബാന അതൊരാസ്വാദ്യകരമാകണം. വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ചിരിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കുരിശൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈശോയുമായിട്ടൊരു ബന്ധം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നുള്ളതല്ല, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇത് ചെയ്തു കൂട്ടണം. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. സ്നേഹമില്ലാതെ ഒന്നും ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇത് നമുക്ക് ചെയ്യണം. ഒന്നാമത്തെ കൽപ്പന അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. അവിടെ വേറെ ഒരു കാര്യം 100%. ദൈവത്തിന് 50%, ബാക്കിയുള്ളവർക്ക് 50% എന്നുള്ളതല്ല. ദൈവത്തിന് കൊടുക്കേണ്ട 100% സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നത്? നമുക്കൊരാളോട് സ്നേഹമാണെങ്കിൽ അയാളോട് നമ്മൾ എങ്ങനെ പെരുമാറും, ആ വ്യക്തിയോട് നമ്മൾ എങ്ങനെ പെരുമാറും, അങ്ങനെ പെരുമാറണം ഈശോയോട്. ഒരാളോട് നമ്മൾക്ക് ഒത്തിരി സ്നേഹമാണ്, നമ്മൾ എന്നാ ചെയ്യും? അയാളോട് ഒത്തിരി സമയം ചെലവഴിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും. ഈശോയോടൊത്ത് സമയം ചെലവഴിക്കണം. വിശുദ്ധ ഗ്രന്ഥമൊക്കെ തുറന്നു വെച്ച് പള്ളിയിലോ വീട്ടിലോ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെയോ നമ്മൾ പോയിരിക്കണം. ഈശോയോടൊത്ത് സമയം ചെലവഴിക്കണം. നമുക്ക് സ്നേഹമുള്ള ഒരാളോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയും. ഭയങ്കര സ്നേഹമുള്ള കപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുമ്മിയാൻ പറയും. ഞാനിന്ന് രാവിലെ 3 പ്രാവശ്യം തുമ്മിയായിരുന്നു കേട്ടോ, അത് വരെ പറയും. ഈശോയുടെ എല്ലാ കാര്യങ്ങളും, സ്നേഹം എന്തുമാത്രം ആഴപ്പെട്ടതാണോ അതനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും. എല്ലാ കാര്യങ്ങളും ഒരു സുഹൃത്തിനോടെന്ന പോലെ ബന്ധം വെച്ച് നോക്കുമ്പോൾ ഈശോ നമ്മുടെ ആരാ? ഈശോ നമ്മുടെ മൂത്ത ചേട്ടായിയാണ്. പിതാവിൽ നിന്നുള്ള ആദ്യജാതനാണ്. ഒരു കുഞ്ഞനുജൻ അല്ലെങ്കിൽ കുഞ്ഞനുജത്തി മൂത്ത ചേട്ടനോട് വർത്തമാനം പറയുന്നത് പോലെ ഈശോയോട് വർത്തമാനം പറയണം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഈശോയോട് അങ്ങനെയാണ് ഈ ബന്ധം വളരുന്നത്. ഓരോ ദിവസവും ഞാൻ എത്ര ജപമാല ചൊല്ലി, ഞാൻ എത്ര കുർബാനയിൽ എന്തുമാത്രം നന്നായിട്ട് പങ്കെടുത്തു, അല്ലെങ്കിൽ ഞാൻ പ്രാച്യത്തെ എന്തൊക്കെ ചെയ്തു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയോടുള്ള എൻ്റെ സ്നേഹത്തിൽ, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈശോയോടുള്ള സ്നേഹത്തിൽ എനിക്ക് ഒരു പടിയും കൂടെ വളരാൻ പറ്റിയോ, എന്തുമാത്രം എനിക്ക് വളരാൻ പറ്റി എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അങ്ങനെ വരുമ്പോൾ പതിയെ പതിയെ തിന്മയോട് നമുക്ക് ശത്രുത ഉളവാക്കും, വെറുപ്പുളവാക്കും. മനസ്സാപ്രകരണം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ പറ്റും. പാപത്തെ ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്നുവെന്ന് നമ്മളിപ്പോൾ വെറുതെ പറയല്ലേ. നമുക്കിതെല്ലാം ഇഷ്ടമാണ്. പാപവും ആ തരുന്ന സുഖവും എല്ലാം നമുക്കിഷ്ടമാണ്. നമുക്കൊരു വെറുപ്പില്ല. നമ്മൾ ചുമ്മാ കൊണ്ട് ചുമ്മാ അങ്ങ് പറയുന്നതാണ് വെറുത്ത് ഉപേക്ഷിക്കുന്നു. അടുത്ത പറയുന്നത് എന്നാ? ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും. ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഇതുവരെ? പാപം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് മരിച്ച ആൾക്കാരുണ്ട്. മരിയ ഗുരേറ്റി മരിച്ചിട്ടുണ്ട്. യേശു വിശുദ്ധന് മരിച്ചിട്ടുണ്ട്. ഈശോയെ ഒരു വാക്ക് തള്ളി പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നൈജീരിയയിൽ ഒക്കെ എത്രയോ മനുഷ്യരാണ് മരിക്കുന്നത്. അവരൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഈശോയെ തള്ളി പറയുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അവർ വളരെ വീഡിയോ എടുത്ത് 21 പേരുടെ കഴുത്തറക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഉപരിയായിട്ട് ഞാൻ വേറെ ചിതിനെ സ്നേഹിക്കുന്നു. എന്നാൽ ഇവർക്ക് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും ചുമ്മാ ദൈവത്തെ വെറുക്കുന്നു, ഈശോയെ തള്ളി പറയുന്നു എന്ന് പറഞ്ഞാൽ മതി, ജീവൻ രക്ഷിക്കുക. അവർ ചെയ്തില്ല. പണ്ടെന്നോ നടന്നിരിക്കുന്ന സംഭവമല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ നിമിഷം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നൈജീരിയയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു, ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
ഭാരതത്തിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളം വരെ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. മിഷനിലൊക്കെ പ്രവർത്തിക്കുന്ന അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അൽമായരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ പറയും, എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഒരു സെക്യൂരിറ്റി അവർക്കില്ല. അവർക്കൊരു സ്വാതന്ത്ര്യത്തോടെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഈശോയെ പ്രഘോഷിക്കാനും ഇന്ത്യൻ ഭരണഘടന തരുന്ന അവകാശങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല നോർത്ത് ഇന്ത്യയിലൊന്നും. ഞങ്ങളുടെ ഏതാണ്ട് കരുണ കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു എന്ന രീതിയിൽ ഇവിടെ ജീവിച്ചോണം എന്ന രീതിയിലാണ് അവർ നമ്മുടെ ആൾക്കാരോട് ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഏതാണ്ട് നിങ്ങളോട് കരുണ കാണിക്കുന്നു, ഞങ്ങൾ വേറെ വല്ലവരും ആരെങ്കിലും നിങ്ങളെ എന്നെ കൊന്നേനെ, ഞങ്ങളായതുകൊണ്ട് നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കീഴ്പ്പെട്ട് വേണമെങ്കിൽ ഇവിടെ ജീവിച്ചോളുക എന്ന രീതിയിലാണ് അവരോടൊക്കെ ഇടപെടുന്നത്. അല്ലാതെ നമ്മൾ ഇടപെടുകയോ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ പിന്നെ ജീവൻ എപ്പോൾ പോകും നമുക്കറിയാൻ പറ്റില്ല. വിഷം കുത്തിവെച്ച് ഇങ്ങനെ നമുക്കെതിരെ വിഷം കുത്തിവെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ കൊന്നുകളയുന്നതിൽ യാതൊരു മനസ്താപവും ഇല്ലാതെ കൊന്നുകളയാൻ തയ്യാറായി നിൽക്കുന്ന കൂട്ടങ്ങളെ അവർ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ഒരാളെ കൊന്നുകളയണമെങ്കിൽ ഒരു മനസാക്ഷി കുത്തി വരികയല്ലേ. എൻ്റെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്ന ആളാണ്, ചുമ്മാ കയറി കൊല്ലാൻ പറ്റുമോ? എന്നാൽ ഈ അയൽവത്ത് വസിക്കുന്നവൻ ഈ നാടിനെ നശിപ്പിക്കുന്നവനാണ്, ഇവൻ മോശപ്പെട്ടവനാണ്, ഇവൻ ജീവിച്ചിരുന്നാൽ ഈ രാജ്യം തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് വിഷം കുത്തിവെച്ചിരുന്നാൽ നാളെ എൻ്റെ കഴുത്ത് ഇറക്കുന്നതിന് അവന് ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഒരു ബുദ്ധിമുട്ട്. അവൻ പറയും അതാണ് നന്മ, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ഇവന്മാരെല്ലാം കൊന്നു കളഞ്ഞു, ഇവളുമാരെല്ലാം കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ അവന്മാർ പറയൂ ഇത്. അവിടെ നമ്മുടെ ചുറ്റും അങ്ങനെ ആൾക്കാരെ വിഷം കുത്തിവെച്ച് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കരുത്തരായിരിക്കണം. നമ്മൾ തിന്മയോട് യാതൊരു കോംപ്രമൈസും നമുക്ക് പാടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് അതുണ്ടായിരുന്നില്ല. അമ്മ തിന്മയ്ക്ക് എതിരെ നിലകൊണ്ട ആളാണ്. അമ്മ ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ച് തിന്മയ്ക്കെതിരെ പരിശുദ്ധ അമ്മ ശക്തമായിട്ട് നിലകൊണ്ടു, ശക്തമായിട്ട് ജീവിച്ചു. അങ്ങനെ നിലകൊള്ളാനും ജീവിക്കാനും നമുക്കിടയാകണം. പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് പരിശുദ്ധ അമ്മ അത് വേണമെങ്കിൽ പരിശുദ്ധ അമ്മയെ കൊള്ളാം എന്നുള്ളതല്ല. പരിശുദ്ധ അമ്മ ഇല്ലാതെ പറ്റുകയില്ല. കാരണം ഈശോയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്താൻ ആദ്യത്തെ പാപം എങ്ങനെയാണ് വന്നേ? ഹാവ എന്നാ പറഞ്ഞേ? നമുക്ക് ഇത് കൊള്ളാം, ഇത് കഴിക്കാം എന്ന് ഹാവ പറഞ്ഞ് രണ്ടുപേരുടെ കഴിച്ചു. ആര് പറയുന്നത് വിശ്വസിച്ചു? സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. സാത്താൻ പറഞ്ഞത് അതേപടി വിശ്വസിച്ചു. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ എന്നാ പറഞ്ഞേ? സർപ്പം പറയുന്നത് പോലെ ചെയ്യാനാണോ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാനായിട്ട് അവർക്ക് വീഞ്ഞില്ലാതെ വന്നപ്പോൾ ഈ പരിശുദ്ധ കന്യകാമറിയം അവരോട് പറഞ്ഞു, അവിടെ ജോലിക്കൊക്കെ നിന്നവരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ആദ്യത്തെ ഹാവ എന്നാ പറഞ്ഞേ? ഹാവ ആദ്യത്തോട് പറഞ്ഞ എന്നാ? ഈ സാത്താൻ, ഈ സർപ്പം പറയുന്നതൊക്കെ സത്യമാണ് കേട്ടോ, ശരിയാ. ഈ ദൈവം നമ്മൾ വളർച്ച ഉണ്ടാകാതിരിക്കാൻ, നമ്മളെ മുരടിപ്പിച്ച് കളയാൻ വേണ്ടിയാണ് ഇത് തിന്നാതിരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ദൈവം കള്ളനാ, ദൈവം നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നില്ല, ദൈവം മോശപ്പെട്ടവനാ, വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ആരാ? ഈ സർപ്പമാണ്, ഈ സാത്താനാണ്. അതുകൊണ്ട് നമുക്കത് വാങ്ങി ഭക്ഷിച്ചേക്കാം എന്ന ആദ്യത്തെ ഹാവ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഹാവയായ പരിശുദ്ധ കന്യകാമറിയം എന്നെ പറഞ്ഞ് സാത്താനോട് ശത്രുതയുള്ള പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു, അവൻ പറയുന്നത്, ഈശോ പറയുന്നത്, ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ, കുറവുകളെ അവൻ നിറവുകളാക്കി അവൻ മാറ്റും. അവൻ പറയുന്നത് ചെയ്യുന്നു. സാത്താൻ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിക്കരുത്, പ്രവർത്തിക്കരുത്. ഈശോ പറയുന്നത് നിങ്ങൾ ജീവിക്കണം, പ്രവർത്തിക്കണം. അങ്ങനെ ഒരു പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ നമുക്ക് പൂർണ്ണതയിൽ ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ.